ഇവിടെ നീ എന്താ ആമുറിഞ്ഞു വരുന്നേ? ഇവിടെ ഒന്നും സ്ഥലമില്ലാത്തോണ്ട് അവിടെ പോയി കിടന്നുറങ്ങുമായിരുന്നു. ആന്നല്ലേ പിന്നെ ഞാന് ഇങ്ങനെ നോക്കി എന്താണ് മുഖം വല്ലാണ്ടിരിക്കുന്നത്? ഈ ഉറക്കത്തിന് എണീറ്റിന്റെ ആയിരിക്കും. ഉറക്കം ശരിയായില്ലല്ലോ. ഉറക്കം തെറ്റിക്കഴിഞ്ഞാലേ എല്ലാം തെറ്റും. ഞാൻ കൊറേ ദുബായ് കിടന്ന് അനുഭവിച്ചതാ. എന്തനുഭവിച്ച കാര്യാ? ഗൾഫിലെ ഒട്ടകത്തിനെ മേയ്ക്കാൻ പോയതാ? ലച്ചൂസേ, ഒട്ടകത്തിനെ മേയ്ക്കല് മാത്രമല്ല അവിടെ പണി. മറ്റു ജോലികൾ ചെയ്യുന്ന പ്രവാസികളുടെ ബുദ്ധിമുട്ട് ലച്ചൂസിന് വല്ല ധാരണയുണ്ടോ? അത്യാവശ്യം കുറച്ചൊക്കെ ധാരണയുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ വേട്ടാവളിന് അവിടെ എന്തെങ്കിലും ജോലി സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? വല്ല കൃഷിയായിട്ട് ബന്ധപ്പെട്ടത്, വല്ല ഒട്ടകത്തിനെ കറക്കാനോ അല്ലെങ്കിൽ ഈന്തപ്പഴത്തിന്റെ കുരുകുത്തി കളയാനോ അങ്ങനെ എന്തെങ്കിലൊക്കെ? അല്ല, നീ അതൊക്കെ ചെയ്ത് അനുഭവിക്കണം, എന്നാലേ പഠിക്കത്തുള്ളൂ. അതുകൊണ്ടാ. പിന്നെ കാര്യം ചെയ്യ, എന്നെ വെട്ടി അങ്ങ് വിക്ക്. വെട്ടി വിറ്റാലും പൈസ കിട്ടുമെന്ന് സംശയം. കുരുപ്പേ, നീ രാവിലെ തുടങ്ങിയതാടാ പാർവായി. നിനക്കേ അറിഞ്ഞൂടാ ആരാണെന്ന് കേട്ടാ. ഈ ഇച്ചിരി പോന്ന കൊച്ചിന്റെ കൂടെ തല്ലു പിടിക്കാതെ വല്ല പണിക്കുമ്പോഴാ പറഞ്ഞു പറയും മടുത്ത് മനുഷ്യൻ. ഞാനും പോകുന്നു. കളിപ്പാറ നിന്നെ തൂയിക്കോളാം കേട്ടാ. എന്താടാ? ഒന്നുമില്ലടിയാ. ഒന്നുമില്ലെന്നാ? ഇവിടെ എനിക്കെതിരെ എന്തോ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഗൂഢാലോചനയാ? എന്ത് ഗൂഢാലോചന? അളിയാ, എന്റെ പുസ്തകം വല്ലതും കണ്ടായിരുന്നു? ഞാൻ ഒന്നും കണ്ടില്ലടാ. ഈ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കാണാനില്ല. കാണാനില്ലെന്നാ? എത്ര ദിവസമായിട്ട് കാണുന്നില്ലെന്ന്? അറിഞ്ഞൂടാ. കുഴപ്പമില്ല, ഞാൻ തൂയിക്കോളാം, അറിയാം. പിന്നെ അളിയൻ എന്തായാലും ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ഒന്നും എടുത്തിട്ടില്ലല്ലോ. അളിയല്ല, അളിയാവട്ടെ. അതെ, ഒരു മനുഷ്യന് ക്ഷമിക്കണമെന്നൊക്കെ ഒരു പരിധിയുണ്ട്. പോട്ട് 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 നോക്കുമ്പോ തന്നെ തല കറുത്തില്ലാണ് കളിക്കണം. എല്ലാരും അവിടെ നിന്ന് എന്തോ നീ രാവിലെ മുതല് എന്നെ ചൊറിഞ്ഞോണ്ടിരിക്കുകയാണ്. നിന്നെ ഞാൻ രാവിലെ നോട്ടോട്ടെ, സത്യം പറയണേ. എടാ, എന്തോ കാര്യം എന്താന്ന് വെച്ചാ പറ. കാര്യം ഞാൻ പറയാം. അതെ, എന്റെ താൻ തന്നെ ചേച്ചി എന്റെ ജീവിതം വെച്ചാണ് കളിക്കണുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ എന്ത് ചെയ്തെന്നാ? ചേച്ചി എന്തോ ചെയ്തെന്ന് പോലും. ചേച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഗെയിം കളിക്കുന്നുണ്ടാവും, ചിലപ്പം ഫുട്ബോൾ കളിക്കാൻ പോവും, മീൻ പിടിക്കാൻ പോവും, അങ്ങനെ പല പരിപാടിയും ഉണ്ട്. പക്ഷേ പഠിത്തത്തിന്റെ കാര്യത്തില് എന്നും കേച്ചു മുന്നിലാണ്. കേച്ചുവിന്റെ അതെപ്പോഴും കേച്ചുവിന്റെ മനസ്സിലുണ്ട്. പക്ഷേ ലച്ചൂസേ, മനുഷ്യന് ഉറക്കം കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൊണ്ടുപോണേ ഇവനെ. അളയന്തിന് പറഞ്ഞു എനിക്ക് ഭ്രാന്താണ്. പിന്നല്ലാണ്ട് ഞാൻ വെള്ളം പിടിച്ചാൻ പറയാം കേട്ടാ. സത്യം പറഞ്ഞു, ആരാണെങ്കിലും അതെടുത്തത് ഇവിടെ കൊണ്ടു വെച്ചോണം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ച് വാ തുറന്ന് പറയണം. ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. നിന്റെ എന്താണ് ഇപ്പൊ പോയത്? എന്റെ ബുക്ക് കാണാനില്ല. ഞാൻ പഠിക്കണ എന്റെ ബുക്ക് കാണാനില്ലാന്ന്. ആണോ? എന്റെ ഫോണും കാണാനില്ല. ആരെടുത്താണെങ്കിലും പ്ലീസ് ദയവ് ചെയ്ത് ഇതെന്റെ കൈ കൊണ്ടുവന്ന് തരണം. ആരെടുത്തേ? അമ്മച്ചി, അമ്മച്ചി, ആരുമില്ലേ? കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അമ്മച്ചി, ഞാൻ വന്നെന്നാ? അല്ല, ഈ സാധനമൊക്കെ എപ്പോഴത്തെ പുറത്തിട്ടാ? എടാ, ഞാനാ എടുത്ത് വെച്ചത്. ഇത് ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ഞാൻ വിളിച്ചിട്ട് വന്നതാടാ. അതെ, എത്ര രൂപ തരും? ഇതിനൊരു 50 രൂപയുള്ളൂ. 50 രൂപയോ? 50 ഒന്നും പറ്റൂല. 100 രൂപ തരുവാണെങ്കിൽ എടുത്തോണ്ട് നോക്കും. 50 രൂപയ്ക്ക് മേലെ ഇല്ല.
ആ എന്നാ പിന്നെ എടുക്കണ്ട അവിടെ വെച്ചോ. അങ്ങനെ പറയല്ലേ. ആ 50 എങ്കിൽ 50 എടുത്തോ. ആ. ആ നിക്ക് ആ. കുറച്ച് സാധനം കൂടെ ഉണ്ട്, അതിന് കാശൊന്നും തരണ്ട. എടുത്തോ. കനകം, കുറച്ച് സാധനങ്ങൾ ഞാൻ പുറശത്ത് കെട്ടി വെച്ചിട്ടുണ്ട്, പോയി ഇങ്ങെടുത്തോണ്ട് വാ. ഇനി എന്ത് സാധനം അമ്മൂമ്മ? ആ ഇവിടെ ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ തന്നെയല്ല, ഇവിടെ ഭയങ്കര ഉപദ്രവം. അത് ഉപദ്രവമുള്ള സാധനം? അതെന്ത് സാധനം? അതൊക്കെ ഉണ്ട്. കേശുവിനെ കൊടുക്കാൻ പോവാണോ? ചേച്ചി ആ കനകം കിട്ടിയില്ലയോ? ആ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവാ. ഇതൊരു കെട്ടുണ്ടല്ലോ. അമ്മ നല്ല വെയിറ്റാ ഇருக்கு. എന്നമ്മാ അതുക്കുള്ള? അതൊക്കെ ഉണ്ട്. ഇതെന്താ അമ്മച്ചി? അതൊക്കെ ഉണ്ട്, കൊണ്ടുപോക്കോ. ആ അഴിക്കണമെന്നില്ല, കൊണ്ടുപോക്കോ. അല്ല എന്നാലും നോക്കണം. എന്തമ്മ എന്താ ഇതെല്ലാം കെട്ടിക്കൊണ്ടു? ഇത് പഠിക്കണ ബുക്കുകളല്ലേ? ആ പഠിക്കുന്ന ബുക്കൊക്കെ തന്നെയാ, പക്ഷെ ഇവിടെ പഠിക്കാൻ ആരുമില്ല. പഠിക്കുന്നവരൊക്കെ ഭയങ്കര തിരക്കില്ല. അത് നന്നായി. തൊട്ടു പോവരുത്. അല്ലല്ല നില്ലേ അമ്മൂമ്മ, എന്റെ ബുക്ക്. നിന്റെ ബുക്ക് തൊട്ടു പോവരുത് നീ. അത് നിനക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ, കൊണ്ടുപോക്കോട്ടെ. അല്ല അമ്മൂമ്മ ചുമ്മാ കളിക്കല്ല. എന്തിനാണ്? വേണ്ട, നിനക്ക് പഠിക്കാൻ നേരമില്ലല്ലോ. പഠിക്കേണ്ടുന്ന സമയത്തൊക്കെ നീ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കല്ലയോ, നീ മൊബൈലിൽ കുത്തിക്കൊണ്ടിരുന്നാ മതി. അമ്മൂമ്മ ഞാൻ 2 ദിവസം മൊബൈൽ കുത്തിക്കോ, ഞാൻ പഠിക്കും. പഠിക്കണ്ട, നീ പഠിക്കണ്ട, കൊണ്ടുപോക്കോട്ടെ. അമ്മച്ചി ഇതിലൊരു മൊബൈല്. അയ്യോ അതിവിടെ ഒട്ടും ആവശ്യമില്ലാത്ത, കൊണ്ടുപോക്കോ. അമ്മൂമ്മ അതെന്റെ മൊബൈൽ മനസ്സിലാ. മൊബൈല് ഇനി മൊബൈല് വേണ്ട. അബദ്ധം പറ്റിപ്പോയതാണ്, പ്ലീസ് ക്ഷമിക്കണം. ഞാൻ ഇനി ജീവിതത്തിൽ ഞാൻ ഗെയിം കളിക്കൂല, പോരെ? ഉറപ്പാണോ? ഇനി ഞാൻ സത്യമായിട്ട് ഗെയിം കളിക്കൂല. നേരത്തെ കിടന്നുറങ്ങോ? നേരത്തെ കിടന്നുറങ്ങും. ഞാൻ 7 മണിക്ക് ഞാൻ കിടന്നുറങ്ങും. രാവിലെ എഴുന്നേക്കോ? 5:30 എണീക്കും. ഇനി ആവശ്യമില്ലാതെ ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുവോ? ഇല്ല, ഞാൻ മൊബൈൽ നോക്കത്തേ ഇല്ല. ഞാൻ പഠിക്കും. ഇനി ഗെയിം കളിക്കത്തില്ലല്ലോ? ഇല്ല, ഗെയിം കളിക്കത്തില്ല. എന്റെ മനസ്സിൽ ഇനി പഠിത്തം എന്ന് മാത്രം ഒറ്റ ചിന്തയെ കാണുള്ളൂ, പോരെ?